കുട്ടീനെ നമ്മൾ ആർക്കെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ നമ്മുടെ വായിൽ നിന്ന് വന്ന് പോവാറ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ഇനി മുതലുള്ള സംസാരങ്ങളിൽ ചെറിയൊരു ഫിൽറ്റർ ഇട്ടതിന് ശേഷം മാത്രം സംസാരിച്ച് തുടങ്ങാം. ഹായ്, ഞാൻ ദാനിയ, പാരന്റിങ് കോച്ചാണ്. ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒരിക്കലും ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ കുറേ മുമ്പ് കൂടെ പഠിച്ചിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടു. ഫ്രണ്ട് അവരുടെ 3 മക്കളുമായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു. ഞാനൊരു ടീച്ചറാണ് എന്നതുകൊണ്ട് തന്നെ മകളെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന സമയത്ത് മകളെ വിളിച്ചിട്ട് വാ ഇവിടെ വന്നാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു. ഞാനും ആ കുട്ടീനെ കാണാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ആ കുട്ടി വന്ന ഉടനെ എന്നോട് ആ കുട്ടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ മോള്. പറഞ്ഞാൽ ഒരക്ഷരം കേൾക്കൂല. വൈകുന്നേരം വന്നാൽ ബുക്ക് എടുത്തിട്ട് പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ എൻ്റെ ഈ തിരക്കെല്ലാം തീർത്തൊന്ന് പഠിപ്പിക്കാതിരുന്നാലോ എന്തെങ്കിലും കാര്യം പറഞ്ഞു ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കും. ആ കുട്ടീൻ്റെ മുഖം മങ്ങുന്നത് ഞാൻ കണ്ടു. എനിക്ക് സത്യത്തിൽ വല്ലാത്ത സങ്കടം തോന്നി. കാരണം നമ്മൾ ആ കുട്ടീനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആ കുട്ടി എന്നെയും ആദ്യമായിട്ട് കാണുകയാണല്ലേ. നമ്മൾ രണ്ടാളുടെ ഉള്ളിലും പരസ്പരം ഉണ്ടായിട്ടുള്ള പിക്ചർ ഞാൻ ഇനി എന്നാ കുട്ടീനെ കുറിച്ച് ഓർക്കുമ്പോഴും ഞാനൊരു കോച്ചോ ഞാനിതൊന്ന് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എപ്പോഴും ആ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ കുഞ്ഞിനെയോ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കാത്ത, ഇങ്ങനെ അനുസരിക്കാത്ത, കുറേ രാത്രി ആയാലും ഓടിക്കളിച്ച് നടക്കുന്ന, പഠനത്തിൽ അത്ര ബ്രൈറ്റ് ഇല്ലാത്തൊരു കുട്ടി എന്നൊരു ഇമേജ് എൻ്റെ ഉള്ളിൽ ആ കുട്ടീനെ കുറിച്ച് കയറിപ്പോയി. അതുപോലെ തന്നെ ആ കുട്ടി എന്നെക്കുറിച്ച് ഇനി എന്ന് കേട്ടാലും കണ്ടാലും എന്നെക്കുറിച്ച് ചിന്തിക്കുക എന്തായിരിക്കും, ഞാൻ തീരെ പഠിക്കൂല എന്നൊരു ഇമേജ് എന്നെക്കുറിച്ച് മനസ്സിലുള്ള ഉമ്മാടെ ഒരു ഫ്രണ്ട് എന്നൊരു ധാരണയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മക്കളെ ആർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ആരോട് നമ്മളെ കുഞ്ഞിനെ കുറിച്ച് അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിലും അവരുടെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ്, അവരുടെ നല്ല ക്വാളിറ്റീസ്, അവരുടെ ഗുണങ്ങൾ, അവരുടെ ഒരുപാട് നല്ല പട്ടികയിലെ വളരെ കുറച്ച് ചെറിയ നെഗറ്റീവുകളാണ് ഉണ്ടാവുക. ആ കുറഞ്ഞ നെഗറ്റീവുകളെ ഒന്നങ്ങ് മാറ്റി നിർത്തിയിട്ട് അവരുടെ ബെസ്റ്റ് ക്വാളിറ്റീസിനെ കുറിച്ച് അവരോടൊന്ന് നന്നായിട്ട് സംസാരിച്ച് നോക്കിയേ. അവരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോട് അവരെക്കുറിച്ച് അത്രയും പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റവും അത് അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസും നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കില്ല എന്നുള്ളതാണ്.